ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, പ്രതിദിന വരുമാനം റെക്കോർഡിൽ നിന്ന് റെക്കോർഡിലേക്ക് ഉയർത്തുകയും റെക്കോർഡുകൾ സ്വയം തികർത്തുകയും ചെയ്യുന്ന KSRTCയെ അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന വകുപ്പ് മന്ത്രിയെ എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ അഭിവാദ്യവും ചെയ്യുകയാണ്. സർ, എൻ്റെ ചോദ്യം, കൊല്ലം ബൈപ്പാസ് അടക്കം നിരവധി ബസ്സുകൾ നിത്യേന റൂട്ട് നടത്തുന്ന ഇങ്ങനെയുള്ള റൂട്ടുകളിൽ സ്റ്റുഡൻസ് കൺസെഷൻ ലഭിക്കുന്നില്ല. അതുപോലെ ചവറ മണ്ഡലത്തിലെ ഗുഹാനപുരം സ്കൂളിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന ബസ് അത് മെയിൻ റോഡിൽ നിന്ന് കേവലം 300 മീറ്റർ 400 മീറ്റർ 1/2 കിലോമീറ്റർ താഴെ മാത്രമാണ് പോകുന്നത്. പക്ഷേ കുട്ടികളോട് കൺസെഷൻ അവസാനിച്ചിരിക്കുന്നു, ടിക്കറ്റുകൾ എടുക്കണം എന്ന് അല്ലെങ്കിൽ അവിടെ ഇറങ്ങണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അങ്ങ് സ്വീകരിക്കുമോ? അത് പരിശോധിക്കാം. ഇപ്പോൾ ഉറപ്പ് പറയാനൊക്കെ ഈ പർട്ടിക്കുലർ റൂട്ടിനെ കുറിച്ച് പരിശോധിച്ചതിന് ശേഷം ഒരു മറുപടി ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടികളുടെ കൺസെഷൻ സംബന്ധിച്ച് ഒരു നിലവിലൊരു സംവിധാനം ഉണ്ട്. അതിൽ പറയുന്ന ഒരു ബസ് മാത്രം ഉള്ളിടത്ത് കൊടുക്കത്തില്ല. ഒരു ബസ് ആരംഭിച്ച് 2 വർഷം കഴിയാതെ കൺസെഷൻ ഇല്ല. ഓർഡിനറി ബസ്സിൽ മാത്രമേ കൺസെഷൻ ഉള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ മാനദണ്ഡമാണ് അത്. പരിശോധിച്ചിട്ട് ഞാനിതിന് മറുപടി പറയാം. ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട കൺസെഷൻ ഇന്ന് KSRTC രാവിലെ കൂടുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വെച്ച് ഈ തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കും. അതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്ന കൂടി പറയുകയാണ്. നാളത്തേക്ക് വെക്കുന്നില്ല, ഇന്ന് തന്നെ